ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ കാലഘട്ടത്തിലേക്ക് കമ്പനിയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി മൈക്രോസോഫ്റ്റിൽ വൻ അഴിച്ചുപണി. കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ വലിയ പുനഃസംഘടനയാണ് ചീഫ് പീപ്പിൾ ഓഫീസർ ആമി കോൾമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനും പ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുവാനും ജീവനക്കാർ തയ്യാറാകണമെന്ന് ആമി കോൾമാൻ കർശന നിർദ്ദേശം നൽകി. ഇനി നമുക്ക് വേണ്ടത് സ്ഥിരതയല്ല, മറിച്ച് മാറ്റങ്ങളോട് വേഗത്തിൽ പൊരുത്തപ്പെടുവാനുള്ള കഴിവാണെന്ന് ആമി കോൾമാൻ ജീവനക്കാരോട് പറഞ്ഞു. പഴയ ധാരണകൾ ഉപേക്ഷിച്ചു. മൈക്രോസോഫ്റ്റിനെ എല്ലാവർക്കും മികച്ച രീതിയിൽ ജോലി ചെയ്യാവുന്ന ഒരിടമാക്കി മാറ്റുവാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് ആമി കൂട്ടിച്ചേർത്തു. IT മേഖലയിൽ AI ശക്തമാകുന്ന സാഹചര്യത്തിൽ കമ്പനിയുടെ ഘടന കൂടുതൽ ചടുലമാക്കുകയാണ് ലക്ഷ്യം. മൈക്രോസോഫ്റ്റിന്റെ ചീഫ് ഡൈവേഴ്സിറ്റി ഓഫീസർ ലിൻഡ്സെ മക്കിൻടയർ മാർച്ച് 31-ന് സ്ഥാനമൊഴിയും. പകരം ലെസ്ലി ലോസൺ സിംസ് പുതിയ പീപ്പിൾ ആൻഡ് കൾച്ചറൽ ടീമിനെ നയിക്കും. പതിറ്റാണ്ടുകളായി കമ്പനിയെ നയിച്ചിരുന്ന ക്രിസ്റ്റൻ റോബി ഡിംലോ, ചക്ക് എഡ്വേർഡ്, ഡോൺ ക്ലിങ് ഹോഫർ എന്നിവർ ഈ സാമ്പത്തിക വർഷാവസാനം വിരമിക്കും. എഞ്ചിനീയറിംഗ് HR വിഭാഗത്തെ മെൽ സിപ്സണിന്റെ കീഴിൽ ഏകീകരിച്ചു. കൂടാതെ വർക്ക്ഫോഴ്സ് ആക്സലറേഷൻ എന്ന പേരിൽ പുതിയൊരു ടീമിനെ ജസ്റ്റിൻ തേതുനായുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ജീവകാരുണ്യ നൈപുണ്യ വികസനത്തിലും മനുഷ്യരും AI ഏജന്റുകളും തമ്മിലുള്ള സഹകരണത്തിലൂടെയുമായിരിക്കും ഈ ടീം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിഞ്ഞ വർഷം മോശം പ്രകടനം കാഴ്ചവെച്ച 2000 ജീവനക്കാരെ മൈക്രോസോഫ്റ്റ് പിരിച്ചുവിട്ടിരുന്നു. കൂടാതെ ആഴ്ചയിൽ 3 ദിവസം ഓഫീസിൽ വരണമെന്ന നിബന്ധനയും നിലവിലുണ്ട്. പുതിയ HR പരിഷ്കാരങ്ങൾ കൂടി വരുന്നതോടെ മൈക്രോസോഫ്റ്റ് പൂർണ്ണമായും ഒരു AI അധിഷ്ഠിത കമ്പനിയായി മാറുകയാണ്. പഴയ രീതിയിലുള്ള സുരക്ഷിതത്വത്തെക്കാൾ വേഗതയ്ക്കും കാര്യക്ഷമതയ്ക്കുമാണ് കമ്പനി ഇനി മുൻഗണന നൽകുന്നത്.